ഫ്ലാഷ് ഓഫ് ചെയ്തോളാം. അതിൻ്റെ ഒപ്പം നീയും പോവല്ലേ? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ദീക്ഷിതും ബാബുജി ആയിട്ട് ഇവിടെ ഒരു ജിമ്മിൽ വന്നേക്കാം. എന്താണ് അതിൻ്റെ പേര്? വേൾഡ് ജിം. ബാബുജി ഞങ്ങളെ ലീഡ് ചെയ്ത് മുന്നേ നടപ്പുണ്ട്. എന്താണ് നിന്ന് കളഞ്ഞ? ഇവിടെ പോയി ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആക്ച്വലി എൻ്റെ വർക്ക് ഷെഡ്യൂളും എല്ലാം കഴിഞ്ഞിട്ട് എപ്പോൾ വരാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഒന്ന് കയറി നോക്കാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്. അകത്തെ വീഡിയോഗ്രാഫി മിക്കവാറും പ്രൊഹിബിറ്റഡ് ആയിരിക്കും. പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. ആഴ്ച ഞങ്ങൾ മെമ്പർഷിപ്പിനെയൊക്കെ പറ്റി അന്വേഷിച്ചു കേട്ടോ. ഇവിടെ VIP-യും അല്ലാണ്ട് ബേസിക് രണ്ട് മെമ്പർഷിപ്പ് ഉണ്ട്. അത് 1 ഇയർ കമ്മിറ്റ്മെൻറ്റിൽ VIP എടുക്കാം, അല്ലെങ്കിൽ ബേസിക് എടുക്കാം. അതിന് രണ്ടിനും 2 പേ ആണ്. ഞാൻ നോക്കിയിട്ട് 1 ഇയർ കമ്മിറ്റ്മെൻറ്റിൽ VIP എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടെ ഒരാളെ കൂടെ ഗസ്റ്റായിട്ട് കൊണ്ടുവരാം. 24 hour അക്സസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്യൂറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പേഴ്സണലായിട്ടൊരു ട്രെയിനർ ഉണ്ടാവും, അവരോട് ചോദിക്കാം. എപ്പോഴും നമ്മുടെ ഇവിടെ ട്രെയിനിങ്ങിന് ആൾ വരുത്തൊന്നുമില്ല, അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. പിന്നെ ഇവിടെ ഷെയ്ക്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും മെമ്പർഷിപ്പ് തൽക്കാലം ഇന്ന് ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ വർക്ക് ഷെഡ്യൂളും ഒക്കെ നോക്കിയിട്ട് എപ്പോഴാണ് വരാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം എനിക്ക് എടുക്കാൻ. നീ എന്താണ് എടുക്കാഞ്ഞത്? എടുക്കാടാ. ഞങ്ങൾ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കുന്നില്ല. എടുക്കാം, ഞാൻ ആലോചിച്ചിട്ട് എടുക്കാം. ഞാൻ എന്തായാലും എടുക്കാം. പിന്നെ ഇത് നമുക്ക് ഓൺലൈനും എടുക്കാം കേട്ടോ. ഇവിടെ തന്നെ മെമ്പർഷിപ്പ് എടുക്കണമെന്നില്ല. ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ മെമ്പർഷിപ്പ് എടുക്കാം. ഓൺലൈനാണ് പേയ്മെൻ്റ് എല്ലാം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കും. വീക്ക്ലി ആണ്. വീക്ക്ലി VIP വിത്ത് കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ $9 ഉള്ളൂ അല്ലേ? $9 പെർ വീക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ ചാർജ്. ദീക്ഷിതേ, എടാ ഈ വണ്ടി എന്തിൻ്റെ എടാ? എന്ത്? എന്താണെന്ന് അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പെട്ടെന്ന് ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഒരു ബുച്ചർ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ ബീഫ് വാങ്ങി. അതുപോലെ കുറച്ച് സ്പൈസസ്, ഒരു അച്ചാറും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാബുജി ഞങ്ങൾക്ക് ഇതെന്താണ് ഇത് 2 കൈക്കും എന്ത് പറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്തു? എങ്ങനെ ഇവന്റെ കാര്യമുണ്ടല്ലോ. ഇവൻ കുക്ക് ചെയ്യാൻ തുടങ്ങാൻ നേരത്തെ അവന് വീട്ടിൽ നിന്ന് കോൾ വരും. ഇപ്പൊ ഇവൻ ഉടായിപ്പ് പഠിച്ച് ഇവനെ കണ്ടിട്ട് ഇവനും വീട്ടിൽ നിന്ന് കോൾ വരും എന്ന് പറഞ്ഞിപ്പോൾ അവനും മുങ്ങും. എന്നിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ കഴിക്കും. ഇപ്പൊ ഞങ്ങള് ടിം ഹോട്ടൽസിൽ നിന്ന് വന്നിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്ത്, അതുപോലെ ഒരു ക്രിസ്പി ബീഫിൻ്റെ എന്തോ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ എന്താ ഓർഡർ ചെയ്തു? ക്രിസ്പി ചിക്കൻ ബർഗർ. അപ്പോൾ അതിപ്പം അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പ്രിങ് ആയതിൻ്റെ കേട്ടോ. ഇവിടെ മൊത്തം പൂത്ത് നിൽക്കുന്ന നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ ഇത് നിങ്ങൾ വിചാരിക്കുക ഏതെങ്കിലും പൂന്തോട്ടമാണ്. നല്ല കേട്ടോ. ഇതൊരു വെറുതെ കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഇങ്ങനെ ഈ ഭംഗിയിൽ പൂവ് നിൽക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തും പൂത്ത് നിൽപ്പുണ്ടേ. ഇവിടെ സൺസെറ്റ് ആകുന്നേ ഉള്ളൂ. സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 8:30 ആയിട്ടുണ്ടാവും. നല്ല ഭംഗിയില്ലേ? ഇത് ഇവിടെ കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു കമ്പനിയാണ്. ഞാൻ നേരത്തെ അന്ന് കാണിച്ചു തന്നില്ലേ, ഹിറ്റാച്ചിയുടെ. ആ കമ്പനിയുടെ ഒരു എൻഡായത്. ഈ സിസ്റ്റാലിറ്റി, ഇവിടെയാണ് ദീക്ഷിത് വർക്ക് ചെയ്യുന്നത്. സിസ്റ്റാലിറ്റി പോയി കുറച്ച് സാധനം ഉണ്ടായിക്കൊണ്ട് വേടാ. ഞങ്ങളിതാ ഇവിടെ കയറാൻ പോകുന്നത്. ഈ ബോളിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആലോചിക്കുകയാണ്. ഇവിടെ ആർക്കേഡ് ബോളിംഗ് സ്പോർട്സ് ബാറൊക്കെ ഉണ്ട്. സ്പോർട്സ് ബാറിൽ വേണേൽ ഒന്ന് നമുക്ക് കയറാം, കുഴപ്പമില്ല. ഇവിടെ ഗ്രൂപ്പ് ഇവൻസും ബർത്ത്ഡേ പാർട്ടീസും എല്ലാം നടത്തുന്നുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം എന്തായാലും. ഞങ്ങള് 2 ഗെയിം വെച്ച് 3 പേർക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം $30 ആയിരുന്നു. $30 എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ എത്ര രൂപയാണ്? നാട്ടിലെ 60 ഏകദേശം 1800 രൂപ അല്ലേ? 1800 രൂപ നാട്ടിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തെന്നി വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ഷൂ തന്നിട്ടുണ്ട്. വാ, നമുക്ക് എന്തായാലും ഷൂ വാങ്ങാം. ഞങ്ങളെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ നല്ല വേലുണ്ടോ? അത് നല്ല വെയിറ്റ് ഉണ്ടോ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് അറിയാൻ പോകുന്നത്.
ബാബുജി നീ തിരഞ്ഞിട്ടുണ്ടോ? നാട്ടില് ക്രിക്കറ്റ് ബോൾ ഫസ്റ്റ് ടൈം അറിയാൻ പോകുന്നത്. ഇതായത് കണ്ടോ ആ സൈഡില് രണ്ട് പാത്ത് കണ്ടില്ലേ, അതിൻ്റെ ഞാനും അതിൻ്റെ ഒപ്പം പോകുന്ന പറയുന്നത്. എന്തായാലും ഇരുന്ന് നോക്കാം. നമ്മള് ഇവിടെ വന്നിട്ട് അധികം കറങ്ങാനൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇരുന്ന് ചുമ്മാ കയറാൻ നോക്ക് വന്നതാ. ബോൾ അറ്റ് ഓൺ യുവർ റിസ്ക് 3 മാക്സ്. ഓക്കെ ബാബുജി പ്ലെയർ 1. എടാ ഞാൻ ഷൂ മാറിയിട്ടില്ല, നീ പോയി കളിക്ക്. എടാ ദീക്ഷിത ഒന്ന് ഷൂട്ട് ചെയ്ത് കൊടുത്തവനെ. ഞാൻ ലാസ്റ്റാ. You want to give it a try? Unless you get a straight. If you get everything down, then it's going to move down to the next player. Okay, so player 1, those first 2 units are done. So if you want to go second, you throw the ball, roll twice, and then it'll go to player 3. Okay? Awesome. Enjoy, guys. Thank you. ഞാനൊരെണ്ണം ഇനി എറിഞ്ഞ് നോക്കാം കേട്ടാ. ഫ്ലാഷ് ഓഫ് ചെയ്തോടാ. ഞാനിവിടെ തെങ്ങി വീണ. അതിന്റെ ഒപ്പം നീയും പോവല്ലേ? ഓ എനിക്ക് പകുതിയേ ഉള്ളായിരുന്നു. ഒരെണ്ണം ഞാൻ അറിഞ്ഞപ്പോ പകുതിയേ ഉള്ളായിരുന്നു. നോക്കട്ടെ. ഇനി ഒരു ടേൺ കൂടെ ഉണ്ട് എനിക്ക്. അപ്പൊ എന്റെ സെക്കൻഡ്. അപ്പൊ ഗൈസ് ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല. ആ സെന്ററിലുള്ളത് മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ബാബുജി യുവർ ടേൺ. കം ഓൺ. ദേ ഇവിടെ അതിന്റെ അപ്പുറത്തേക്ക് പോകാണ്ടിരുന്നാ മതി. എറിഞ്ഞോ കമോൺ. നീ എടുക്കടാ, എറിയടാ, കമോൺ. ഒരു ടേൺ കൂടെ ഉണ്ട്, അടുത്തെടുത്തോ. പോരാ. ദീക്ഷിത്. ഓ അവനെറിഞ്ഞിടാ അഭി. ആദ്യത്തെ എന്തോ ഭാഗ്യത്തിന് വന്നതാണ് കഴിച്ചു. എന്താടാ ദീക്ഷിത് എന്റെ മോൻ. അതെങ്ങനെ എറിഞ്ഞാടാ? അത് ഇപ്പൊ എനിക്ക് ആയം കിട്ടി അറിയാവുന്ന. അതെ ചെറിയ നടക്കുന്നില്ല. വീണ്ടും തിരിച്ചു കേട്ടെ. ദീക്ഷിത് ബാബു. എന്റെ മോനെ ഒരെണ്ണം മിസ്സായടാ. മിസ്സായി. ഒരെണ്ണം ഇരിപ്പുണ്ട് അവിടെ മിച്ചം. ജസ്റ്റ് മിസ്. ബാബുജി
കണക്ക് പിടി കിട്ടി. ഇപ്പൊ പതി എറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവിടെ വരെ ചെല്ലത്തില്ല, സ്പീഡ് എറിഞ്ഞേക്കണം. ത്രോ ആയിട്ടാ ബാബുജി. അയ്യോ വീണ്ടും ബാബുജി സ്ട്രൈക്ക്. ബാബുജി കയറിയ ദീക്ഷിതിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. ദീക്ഷിതിന്റെ ലാസ്റ്റ് ചാൻസ് ആയിട്ടാ. ദീക്ഷിത ഇപ്പൊ മുന്നിട്ട് നിൽക്കണം. ദീക്ഷിത് 47 പോയിന്റ്, ഞാൻ 39 പോയിന്റ്. ബാബുജി എത്ര? 30. അറിയോ? ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ചാൻസ്. സ്കോർ ബോർഡൊക്കെ എടുത്ത് കാണിക്കണം. ജയിച്ചോണ്ട് എനിക്ക് കഴിയല്ലോ. ഞാൻ ചിരുനോക്കിയേ എന്റെ മോനെ. ബാബുജി നിനക്ക് ചാൻസ് ഉണ്ടായിരുന്നു തോപ്പിക്കാൻ. കമൺ ബാബുജി. മാക്സിമം നിനക്കിനി 18 പോയിന്റ്. രണ്ടിലും നീ എറിഞ്ഞിട്ടാ മതി. ഒരെണ്ണം ഫുൾ എറിഞ്ഞിട്ട്. ഓ കൊറേ എണ്ണം വീണേട്ടാ. അങ്ങനെ ദീക്ഷിത് ജയിച്ചിരിക്കുകയാണ്. ഞങ്ങള് ബോളിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. ബോളിങ്ങില് രണ്ടാമത്തെ റൗണ്ടും ദീക്ഷിത് തന്നെ ജയിച്ചു. അവൻ പഠിച്ചെടുത്തെന്ന് തോന്നുന്നു കാര്യങ്ങൾ. ഞാനും പിന്നെ പഠിച്ചിട്ടോ. അവസാനം ഇങ്ങനെ വളച്ചൊക്കെ എറിയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു ദിവസം പറ്റുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തിട്ട്. ഇത് വാസ്ലിന്റെ ഒരു ജെല്ലിയാണ്. നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലിയാണ്. ഇവിടെ ഡ്രൈ ആവും സ്കിൻ നന്നായിട്ട്. അതുപോലെ തന്നെ ഇത് നിവിയയുടെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതും ഇവിടെ സ്കിൻ ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊരു പെർഫ്യൂം. ഇതും ഫോഗിന്റെ ഇംപ്രസിയോ എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നിവിയയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. നിവിയയുടെ ലിപ് ബാം. ഇവിടെ ഭയങ്കരമായിട്ട് ലിപ്പ് ഡ്രൈ ആയി സ്കിൻ ബ്രേക്ക് ആയിട്ട് വരുവേ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പ്രോഡക്ട്സ് എല്ലാം ആമസോണിൽ ഡയറക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.